സോളാർ സമരത്തിലിരുന്ന CPM തലയൂരിയത് ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിലെന്ന് വെളിപ്പെടുത്തൽ. മലയാള മനോരമ ദിനപത്രം തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫായിരുന്ന ജോൺ മുണ്ടക്കയം സമകാലിക മലയാളം വാരികയിൽ എഴുതിയ സോളാർ സമരത്തിന്റെ കഥയിലാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത്. രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് വഴിയാണ് CPM ഒത്തുതീർപ്പിന് ശ്രമിച്ചതെന്ന് ലേഖനം പറയുന്നു. CPM നേതൃത്വം അറിഞ്ഞുകൊണ്ടായിരുന്നു സോളാർ സമരം ഒത്തുതീർക്കാൻ നീക്കം നടന്നത് എന്നാണ് മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. തോമസ് ഐസക് അടക്കം പാർട്ടി നേതാക്കൾക്കോ സമരത്തിന് വന്ന ആയിരക്കണക്കിന് പ്രവർത്തകർക്കോ ഇക്കാര്യം അറിയില്ലായിരുന്നു. താനും ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ഇടനില നിന്നിരുന്നുവെന്നും ജോൺ മുണ്ടക്കയം ലേഖനത്തിൽ പറയുന്നു. സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കേണ്ടേ എന്നായിരുന്നു ഫോണിലൂടെ ബ്രിട്ടാസ് തന്നോട് ചോദിച്ചത്. മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ബ്രിട്ടാസിന്റെ കോൾ എന്ന് മനസ്സിലായി. ഉടനെ വാർത്താസമ്മേളനം നടത്തി സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് ഉമ്മൻചാണ്ടിയെ അറിയിക്കാമോ എന്നായിരുന്നു ബ്രിട്ടാസിന്റെ ആവശ്യം. നേരെ ഇക്കാര്യം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിളിച്ച് അറിയിച്ചു. പാർട്ടി തീരുമാനമാണോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സംശയം. എങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് വിവരം പറയാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് വിവരം പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂരിനെ ബന്ധപ്പെട്ടു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബ്രിട്ടാസിനെയും തുടർന്ന് കോടിയേരി ബാലകൃഷ്ണനെയും വിളിച്ച് സംസാരിച്ചു. തുടർന്ന് ഇടത് പ്രതിനിധിയായി NK പ്രേമചന്ദ്രൻ UDF നേതാക്കളെ നേരിൽ കണ്ടു. അതോടെ സമരം തീരാൻ അരങ്ങൊരുങ്ങി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. വൈകാതെ വാർത്താസമ്മേളനം നടത്തി സോളാർ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ സമരവും പിൻവലിച്ചു. അപ്പോഴും ബേക്കറി ജംഗ്ഷനിൽ സമരക്കാർക്കൊപ്പം നിന്ന ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ കഥ അറിഞ്ഞിരുന്നില്ല. സോളാർ വിവാദത്തിന്റെ പിന്നാമ്പുറ കഥകൾ മറനീക്കുന്ന ലേഖന പരമ്പരയുടെ 3-ാം ഭാഗത്താണ് ജോൺ മുണ്ടക്കയത്തിന്റെ ഈ വിവാദ വെളിപ്പെടുത്തൽ. ജനം, തിരുവനന്തപുരം.